ഉപേന്ദ്രനാരായണൻ റോഡ് സുരക്ഷാ വിദഗ്ധൻ ആണ് അദ്ദേഹം. ശ്രീ ഉപേന്ദ്രനാരായണൻ ഈ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എല്ലാവർക്കും നിയമം തുല്യമാണ്. പക്ഷേ ചില ആളുകൾക്ക് പരിഗണന ലഭിക്കേണ്ടതുണ്ട്. അത്തരം പരിഗണന ലഭിക്കേണ്ട ആളുകളെ നമുക്ക് മാറ്റി നിർത്താനാവില്ല. പക്ഷേ 2017 വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം കൈക്കൊണ്ടതാണ്. ഈ VVIP സമ്പ്രദായം നിർത്തേണ്ടതുണ്ട്. അങ്ങനെ ബീക്കൺ ലൈറ്റുകളൊക്കെ വെച്ച് സൈറൺ മുഴക്കി പല വാഹനങ്ങളും ചീറിപ്പായുകയും അത് മറ്റുള്ളവരെ അസ്വസ്ഥരാക്കുകയും ഭയപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതായിരുന്നു. അത് മാറ്റി ബീക്കൺ ലൈറ്റുകൾ ഉൾപ്പെടെ എടുത്തു മാറ്റി പിന്നീട് സുപ്രീം കോടതി അടക്കം ഇത് ശരിവെച്ചൊരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ ഇപ്പോഴും സംസ്ഥാനത്തെ പല ഉദ്യോഗസ്ഥർക്കും ഉൾപ്പെടെ ബീക്കൺ ലൈറ്റുകൾ മാറ്റാൻ വലിയ വിമുഖതയാണുള്ളത്. KSEBയുടെ വാഹനത്തിനുണ്ട്, ഭക്ഷ്യ സെക്രട്ടറി അജിത് കുമാറിൻ്റെ വാഹനത്തിനുണ്ട്. അങ്ങനെ IAS ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾക്ക് വലിയൊരു വിഭാഗം വാഹനങ്ങൾക്കും ബീക്കൺ ലൈറ്റുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തടയാൻ പറ്റാത്ത അല്ലെങ്കിൽ അതില്ലാതാക്കാൻ പറ്റാത്ത ഒന്നാണോ ശ്രീ ഉപേന്ദ്രനാരായണൻ? ഒരിക്കലുമല്ല. ഒരു നിയമം നമ്മുടെ നാട്ടിൽ നിലവിലുള്ളപ്പോ അതിനെ ലംഘിക്കുന്നവനെ വീട്ടിൽ കയറ്റാൻ പറ്റാത്തവൻ എന്നേ ഞാൻ പറയുള്ളൂ. ഹി ഈസ് നോട്ട് ഡിസേർവിംഗ് എനി റെസ്പെക്ട് ഫ്രം എനി സോർട്ട് ഓഫ് പീപ്പിൾ. കാര്യം പൊതുജനങ്ങള് നിയമത്തെ പാലിച്ച് ജീവിക്കുന്നവരാണ്, ഭൂരിപക്ഷം ജനങ്ങളും, സാധാരണക്കാരനായാലും പണക്കാരനും എല്ലാം. അപ്പോ ഇല്ലാത്ത അധികാരം തലയുടെ മണ്ടയ്ക്ക് ഒരു ബീക്കൺ ലൈറ്റ് വെച്ച് ഞാൻ ദേ വരുന്നു എന്ന് പറയുന്നവനെ വീട്ടിൽ കയറ്റരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഹി ഈസ് നോട്ട് ഡിസേർവിംഗ് സച്ച് റെസ്പെക്ട് ഫ്രം എനി സോർട്ട് ഓഫ് തിങ്. ഇപ്പോ കേരളത്തിൽ മാത്രമല്ല, ഇത് പലയിടത്തും നടക്കുന്നുണ്ട്. പക്ഷെ കേരളം എന്താണ്? ഒരു പ്രബുദ്ധ ജനതയുടെ നാടാണ് കേരളം. ഇവിടെ നിയമം അനുശാസിക്കുന്ന എല്ലാ മാർഗത്തിലൂടെ ജനങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ ഇത്തരം ബാബുമാരെന്നാണ് നമ്മളിപ്പോ വടക്കേ ഇന്ത്യയിലൊക്കെ IASകാരെ പറയുന്നത്, ബാബുമാര്. ഈ ബാബുമാര് എന്ത് തോന്നിയാസം കാണിച്ചാലും ചോദിക്കാൻ ആർക്കും പറ്റുന്നില്ല എങ്കിൽ ആ പോലീസ് മേധാവി എന്താ ചെയ്യുന്നത്? PHQയിൽ ഒരു സാർ ഇരിപ്പുണ്ടല്ലോ, ആ സാർ ഇന്ന് തന്നെ ഓർഡർ കൊടുക്കണം. എവനെയൊക്കെ പിടിച്ച് രാവിലെ ഇങ്ങനെ സർക്കാർ ചെലവില്ല, അതായത് നമ്മുടെ പൊതുജനത്തിന്റെ ടാക്സ് മണിയിലെ ഏറ്റവും നല്ല വാഹനങ്ങൾ ഇപ്പൊ ഈ കേരളത്തിലാണ് ഏറ്റവും വില കൂടിയ ഇന്നോവ കൃഷ്ണ മാതിരിയുള്ള വാഹനങ്ങള് സാധാ സെക്രട്ടറിമാർക്ക് പോലും കൊടുക്കുന്നത്. മറ്റ് സ്റ്റേറ്റില് ഇതിനേക്കാൾ വരുമാന സ്രോതസ്സുള്ള സ്റ്റേറ്റുകളിൽ പോലും 10 ലക്ഷത്തിന്റെ വണ്ടി, 15 ലക്ഷത്തിന്റെ വണ്ടി കൂടുതൽ കേന്ദ്രമന്ത്രിമാർക്ക് പോലും ഇല്ല. ശരി, ശ്രീ ഉപേന്ദ്രനാരായണൻ.